ഹായ്, വെൽക്കം ടു ക്രാക്കോൺ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കറണ്ട് അഫയർ സെക്ഷൻ്റെ അടുത്ത ക്ലാസ് ആണ്. പാർട്ട് 10 ക്ലാസ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. എല്ലാവർക്കും അറിയില്ല കറണ്ട് അഫയർ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സി എക്സാമുകൾക്കും കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കറണ്ട് അഫയർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് ആരാണ്? പോൾ ബിയ ആണ്. 92 വയസ്സാണ് അദ്ദേഹത്തിന്. 92 വയസ്സ്. 2025 അദ്ദേഹം ഒന്നുകൂടി തികച്ചു. ക്യാമറൂൺ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണ്. 92ാമത്തെ വയസ്സ് പിന്നെ അദ്ദേഹം പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുത്തു. അതുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് ആയിട്ട് ആരാണ് തിരഞ്ഞെടുക്കുന്നത്? പോൾ ബിയ ആണ്. ഈ ബംഗാൾ ഉൾക്കടൽ തീരപ്രദേശ ചുഴലിക്കാറ്റുകൾ വെള്ളപ്പൊക്കം മുതലിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി ആന്ധ്രാപ്രദേശ് സംസ്ഥാനം ആരംഭിച്ച പദ്ധതിയാണ് ഗ്രേറ്റ് ഗ്രീൻ വാൾ. ഏതാണ് ഗ്രേറ്റ് ഗ്രീൻ വാള്? 2025 ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസിന് അർഹനായത് സുനിൽ അമൃത് ആണ് 2025 ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസിന് അർഹനായത്. കേരളത്തിൽ നിന്നും കുരുമുളക് തൈകൾ ആദ്യമായി കയറ്റുമതി ചെയ്ത രാജ്യം ചോദിച്ചാൽ ഏതാണ്? അത് ഉഗാണ്ടയാണ് കേട്ടോ. കേരളത്തിൽ നിന്നും കുരുമുളക് തൈകൾ ആദ്യമായി കയറ്റുമതി ചെയ്ത രാജ്യം ഏതാണ്? അത് ഉഗാണ്ടയാണ്. 2025 ഒക്ടോബറിൽ നാവികസേനയ്ക്ക് കൈമാറിയ കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച അന്തർവാഹിനി പ്രതിരോധ കപ്പൽ ഏതാണ്? INS മാഹിയാണ് കേട്ടോ. INS മാഹിയാണ് 2025 ഒക്ടോബറിൽ നാവികസേനയ്ക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച അന്തർവാഹിനി കപ്പലാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച അന്തർവാഹിനി കപ്പൽ 2025 ഒക്ടോബറിൽ നാവികസേനയ്ക്ക് കൈമാറി. അതാണ് INS മാഹി. ദ്രവീകൃത പ്രകൃതിവാതകത്തിൽ പ്രവർത്തിക്കുന്ന കപ്പലുകൾ നിർമ്മിക്കുന്ന ലോകത്തിലെ ആദ്യ കപ്പൽശാല ചോദിച്ചാൽ അത് ഏതാണ്? അത് കൊച്ചിൻ കപ്പൽശാല തന്നെയാണ് കേട്ടോ. ദ്രവീകൃത പ്രകൃതിവാതകത്തിൽ പ്രവർത്തിക്കുന്ന കപ്പൽ നിർമ്മാണശാല ചോദിച്ചാൽ ഏതാണ്? അത് കൊച്ചിൻ കപ്പൽശാല തന്നെയാണ്. അത് ലോകത്തിലെ ആദ്യത്തെ കപ്പൽശാലയാണ് കേട്ടോ കൊച്ചിൻ കപ്പൽശാല. അതുപോലെ തന്നെ കൊച്ചിൻ കപ്പൽ ഷിപ്പ്യാർഡ് നിർമ്മിച്ച അന്തർവാഹിനി കപ്പൽ ഏതാണ്? INS മാഹി. ഇനി ഇന്ത്യയിൽ ആദ്യമായി ഒരേ സമയം 3 പ്രധാന അവയവങ്ങൾ മാറ്റിവെച്ച ആദ്യ സർക്കാർ ആശുപത്രി ഏതാണ്? അത് കോട്ടയം മെഡിക്കൽ കോളേജ് ആണ്. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരേ സമയം 3 പ്രധാന അവയവങ്ങൾ മാറ്റിവെച്ച ആദ്യ സർക്കാർ ആശുപത്രി. അതാണ് പ്രത്യേകത, സർക്കാർ ആശുപത്രിയാണ് കേട്ടോ. ഇനി തദ്ദേശീയമായി നിർമ്മിച്ച നാവികസേനയുടെ ഹൈഡ്രോഗ്രാഫിക് സർവേ കപ്പൽ ഏതാണ്? അത് INS ഇക്ഷക് ആണ്. ഏതാണ്? INS ഇക്ഷക് ആണ് തദ്ദേശീയമായി നിർമ്മിച്ച നാവികസേനയുടെ ഹൈഡ്രോഗ്രാഫിക് സർവേ കപ്പൽ. എന്ത് കപ്പലാണ്? ഹൈഡ്രോഗ്രാഫിക് സർവേ കപ്പൽ. അത് തദ്ദേശീയമായിട്ട് നിർമ്മിച്ചാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതിന്റെ പേരാണ് INS ഇക്ഷക്. ഇനി അയർലാൻഡിന്റെ പുതിയ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? അത് കാതറിൻ കന്നോളി. അതാരാണ്? കാതറിൻ കന്നോളിയാണ് അയർലാൻഡിന്റെ പുതിയ പ്രസിഡന്റ്. ആരാണ്? കാതറിൻ കന്നോളി. ഇനി 8ാം കേന്ദ്ര ശമ്പള കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ആണ്. 8ാം കേന്ദ്ര ശമ്പള കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? അത് ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ആണ്. ഇത് ചോദിക്കാൻ സാധ്യതയുള്ളത് കാരണം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിയമനങ്ങളൊക്കെ കൂടുതലായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ശമ്പള കമ്മീഷനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. കറണ്ട് അഫയറിലാണെങ്കിലും അല്ലാതെയും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓരോ ബ്ലോക്കിലെയും തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂൾ പ്രത്യേകം വികസിപ്പിച്ച് ദേശീയ വിദ്യാഭ്യാസ നയത്തിന് മികവ് പ്രദർശിപ്പിക്കുന്ന പദ്ധതിയാണ് PM-ശ്രീ. എന്താണ് PM-ശ്രീ? ഇപ്പം നല്ല വിവാദമായിട്ടുള്ളൊരു കാര്യമാണല്ലോ കേരളത്തിൽ. ഇപ്പം മൊത്തത്തിലൊരു വിവാദം ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് PM-ശ്രീ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്തായാലും PSCക്ക് നാളെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം എപ്പോഴും ചാനലുകളിലാണ് TV-കളിലാണ് PM-ശ്രീ എന്ന് ഇങ്ങനെ കേൾക്കാം. അപ്പോൾ അതിനെപ്പറ്റി എന്തായാലും ഒരു ചോദ്യം നന്നായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് PSCക്ക്. കാരണം PSC ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയി നിൽക്കുന്ന കാര്യങ്ങളാണ് കൂടുതലെടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം. ഓരോ ബ്ലോക്കിലെയും തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകൾക്ക് പ്രത്യേകം വികസിപ്പിച്ച് ദേശീയ വിദ്യാഭ്യാസ നയത്തിന് മികവ് പ്രദർശിപ്പിക്കുന്നതാണ് ഇത് PM-ശ്രീ എന്ന് പറയുന്നത്. ആ PM-ശ്രീ എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് ഓരോ ബ്ലോക്കിലെയും തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകൾക്ക് പ്രത്യേകം വികസിപ്പിച്ച് ദേശീയ വിദ്യാഭ്യാസ നയത്തിന് മികവ് പ്രദർശിപ്പിക്കുക എന്നാണ് ഇത് PM-ശ്രീന്റെ പദ്ധതി. PM-ശ്രീയെ പറ്റി വളരെ ഡീപ്പായിട്ട് തന്നെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം PSC സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ അവർ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് അത്. 2025 ഒക്ടോബറിൽ ഓഷ്യൻ സ്കൈ 2025 എന്ന വ്യോമ അഭ്യാസം നടക്കുന്ന രാജ്യം ചോദിച്ചാൽ അതേതാണ്? അത് സ്പെയിനാണ് കേട്ടോ. സ്പെയിനാണ് 2025 ഒക്ടോബറിൽ ഓഷ്യൻ സ്കൈ 2025 എന്ന വ്യോമ അഭ്യാസം നടക്കുന്ന രാജ്യം. അതേതാണ്? സ്പെയിനാണ് കേട്ടോ. ഇന്ത്യയുടെ അതിർത്തി സംരക്ഷിക്കാൻ വേണ്ടി കരസേന ആരംഭിച്ച പുതിയ ബറ്റാലിയനാണ് ഭൈരവ് സ്പെഷ്യലൈസ്ഡ് കമാൻഡോ ബറ്റാലിയൻ. ഏതാണ്? ഭൈരവ് സ്പെഷ്യലൈസ്ഡ് കമാൻഡോ ബറ്റാലിയനാണ് ഇന്ത്യയുടെ അതിർത്തി സംരക്ഷിക്കാൻ വേണ്ടി കരസേന ആരംഭിച്ച പുതിയ ബറ്റാലിയൻ. ഇത് പുതിയ ബറ്റാലിയൻ ഉണ്ട്. കരസേന ആരംഭിച്ച പുതിയ ബറ്റാലിയൻ ഏതാണ്? ഭൈരവ് സ്പെഷ്യലൈസ്ഡ് കമാൻഡോ ബറ്റാലിയൻ. ഭൈരവ് എന്നാണ് പേര്. സ്പെഷ്യലൈസ്ഡ് ഒരു കമാൻഡോ ബറ്റാലിയൻ ആണ്. 2026 ഗ്ലോബൽ കോൺഫറൻസ് ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന് വേദിയാവുന്ന നഗരം ഏതാണ്? അത് മുംബൈ ആണ് കേട്ടോ. ഗ്ലോബൽ കോൺഫറൻസ് ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന് വേദിയാവുന്നത് 2026 കേട്ടോ. 2026 വേദി ഏതാണ്? മുംബൈ ആണ്. 2026 വേദി മുംബൈ ആണ്. ഈ 2025 ഒക്ടോബറിൽ ഡൽഹി ഹൈക്കോടതി ജഡ്ജിയെ ചുമതലയേറ്റ ആരാണ്? ജസ്റ്റിസ് CS സുധയാണ് കേട്ടോ. ജസ്റ്റിസ് CS സുധയാണ് 2025 ഒക്ടോബറിൽ ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായിട്ട് ചുമതലയേറ്റത്. ഇനി ഇന്ത്യൻ അണ്ടർ-20 വനിതാ ഫുട്ബോൾ ടീമിൽ ഇടം പിടിച്ച മലയാളിയാണ് ഷിൽജി ഷാജി. ആരാണ്? ഷിൽജി ഷാജിയാണ് ഇന്ത്യൻ അണ്ടർ-20 വനിതാ ഫുട്ബോളിൽ ടീമിൽ ഇടം പിടിച്ച മലയാളി താരം.
ആരാണ്? ഷിൽജി ഷാജി. ഈ 2025 ICC വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ ആരാണ്? അത് ഇന്ത്യയാണ് കേട്ടോ. 2000 ICC വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ ചോദിച്ചാരാണ്? ഇന്ത്യയാണ് കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. കാരണം വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ ആദ്യമായിട്ട് ഇന്ത്യ ജേതാവുന്നതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇത്. ഈ 2000 ICC വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് കേട്ടോ. അത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കുക. ഏത് വർഷം മുതലാണ് കുട്ടികൾക്ക് വേണ്ടി ബുക്കർ പ്രൈസ് സർക്കാർ തുടങ്ങുന്നത്? അത് 2027 മുതൽ കേട്ടോ. 2027 തൊട്ടാണ് ബുക്കർ പ്രൈസ് കുട്ടികൾക്ക് നൽകാൻ തുടങ്ങുന്നത്. കുട്ടികളുടെ വിഭാഗത്തിന് ബുക്കർ പ്രൈസ് നൽകാൻ തുടങ്ങുന്നത് ഏതാണ്? 2027 2025 ഒക്ടോബറിൽ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ആരംഭിച്ച പ്രൊജക്റ്റാണ് പ്രൊജക്ട് അരുണക്. ഏതാണ്? പ്രൊജക്ട് അരുണക് ആണ് 2025 ഒക്ടോബറിൽ ബോർഡ് റോഡ് ഓർഗനൈസേഷൻ ആരംഭിച്ച പ്രൊജക്ട്. ഏതാണ്? ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ആരംഭിച്ച പ്രൊജക്ട് ഏതാണ്? അരുണക് എന്നാണ്. പ്രൊജക്ട് അരുണക്. ഇനി 2020 ഏഷ്യൻ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 15 പെൺകുട്ടികളുടെ വിഭാഗത്തിൽ സ്വർണം നേടിയത് ഷൈന മണിമുത്തു ആണ് 2025 ഏഷ്യൻ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 15 പെൺകുട്ടികളുടെ വിഭാഗത്തിൽ സ്വർണം നേടിയത്. ആരാണ്? ഷൈന മണിമുത്തു. ഇനി കേരള ആരോഗ്യവകുപ്പിന്റെ 2023-24 വർഷത്തെ ആർദ്ര കേരള പുരസ്കാരം നേടിയ ഗ്രാമപഞ്ചായത്താണ് വെള്ളിനേഴി. ഏതാണ്? വെള്ളിനേഴി. ആർദ്രം കേരള പുരസ്കാരം നേടി 2023-24 വർഷത്തെ ആർദ്രം കേരള പുരസ്കാരം നേടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? വെള്ളിനേഴി. ഇന്ത്യയിലെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം ഏതാണ്? അത് കേരളമാണ് കേട്ടോ. കേരളം ഞങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറ് ഉദ്ഘാടനം ചെയ്ത് കണ്ടില്ലായിരുന്നു. 2000 നവംബർ 1 ഇത് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കേരളപ്പിറവിന്റെ അന്ന് ഇന്ന് ഇത് പ്രഖ്യാപിച്ചത്, അതിദാരിദ്ര്യമുക്തമായിട്ട് പ്രഖ്യാപിച്ചത്. അന്ന് മമ്മൂട്ടിയായിരുന്നു അതിനകത്ത് ചീഫ് ഗസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടിയൊക്കെ ചീഫ് ഗസ്റ്റ് ആയിട്ടുണ്ടായിരുന്നതാണ്. അപ്പം ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം. കാരണം ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാണ് കേരളം. അപ്പോൾ അത് പ്രത്യേക കേരളം കൂടി ആയതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC ഒക്കെ സംബന്ധിച്ച് കേരളമായി ബന്ധപ്പെട്ടായതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഏരിയ ആണത്. ഇനി കേരളത്തിൽ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം പ്രഖ്യാപിച്ച തീയതി എന്നാണ്? അത് 2020 നവംബർ 1 കേരള പിറവി ദിനത്തിലാണ് എന്ത് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ട് കേരളത്തെ പ്രഖ്യാപിച്ചത്. 2025 നവംബർ 1 അത് കേരള പിറവി ദിനത്തിനാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ MS സ്വാമിനാഥന്റെ ജീവചരിത്രം ഗ്രന്ഥം ദ മാൻ ഹൂ ഫെഡ് ഇന്ത്യ. ഏതാണ്? ദ മാൻ ഹൂ ഫെഡ് ഇന്ത്യ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? MS സ്വാമിനാഥൻ. അതെല്ലാവർക്കും തന്നെ അറിയുന്നല്ലേ. അദ്ദേഹത്തിന്റെ ജീവചരിത്ര ഗ്രന്ഥമാണ് ദ മാൻ ഹൂ ഫെഡ് ഇന്ത്യ. ഇതെന്താണ്? ദ മാൻ ഹൂ ഫെഡ് ഇന്ത്യ. ഈ ജീവചരിത്ര ഗ്രന്ഥം രചിച്ചത് ആരാണ്? അതങ്ങനെ ചോദിച്ചാൽ അത് പ്രിയംവദ ജയകുമാറാണ്. ദ മാൻ ഹൂ ഫെഡ് ഇന്ത്യ എന്ന MS സ്വാമിനാഥന്റെ ജീവചരിത്ര ഗ്രന്ഥം രചിച്ചത് ആരാന്ന് വെച്ചാൽ അത് പ്രിയംവദ ജയകുമാറാണ്. ജീവചരിത്രം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ദ മാൻ ഹൂ ഫെഡ് ഇന്ത്യ ആണ്. ഈ 2005 ഒക്ടോബറിൽ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനെ ചുമതലയേറ്റത് റസൂൽ പൂക്കുട്ടിയാണ് കേട്ടോ. ആരാണ്? 2005 ഒക്ടോബറിൽ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനെ ചുമതലയേറ്റത് റസൂൽ പൂക്കുട്ടി. ഈ 2025 ഒക്ടോബറിൽ സെൻട്രൽ പേ കമ്മീഷന്റെ ചെയർപേഴ്സണായി ചുമതലയേറ്റ ആരാണ്? ജസ്റ്റിസ് രഞ്ജന ദേശായി. ജസ്റ്റിസ് രഞ്ജന ദേശായി ആണ് സെൻട്രൽ പേ കമ്മീഷന്റെ ചെയർമാൻ. ആരാണ്? സെൻട്രൽ പേ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിട്ട് ചുമതലയേറ്റത് ജസ്റ്റിസ് രഞ്ജന ദേശായി. ഇനി സിവിൽ ഏവിയേഷൻ സെക്ടറിന്റെ ഉന്നമനത്തിന് വേണ്ടി ബിമാൻ എന്ന പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് ഒഡീഷ. ഏതാ? ബിമാൻ എന്ന സിവിൽ ഏവിയേഷൻ സെക്ടറിന്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് കേട്ടോ. എന്തിനു വേണ്ടിയുള്ള? ഇപ്പം ഈ ചോദ്യത്തിനകത്ത് ഈ ഒരു കറണ്ട് അഫയറിനകത്ത് നമുക്ക് വേറെ രീതിയിൽ ചോദ്യം വരും. അതായത് ബിമാൻ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും, അല്ലെങ്കിൽ എന്താണ് ബിമാൻ പദ്ധതി? എന്താണ്? സിവിൽ ഏവിയേഷൻ സെക്ടറിന്റെ ഉന്നമനത്തിന് വേണ്ടി ഒഡീഷ സംസ്ഥാനം ആരംഭിക്കുന്ന പദ്ധതിയാണിത്, ബിമാൻ എന്ന പദ്ധതി കേട്ടോ. എന്താണ്? സിവിൽ ഏവിയേഷൻ സെക്ടറിന്റെ ഉന്നമനത്തിന് വേണ്ടി ഒഡീഷൻ ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ് ഇത് ബിമാൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ബിമാൻ ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? അത് ഒഡീഷയാണ് കേട്ടോ. പിന്നെ പല രീതിയിൽ ഇത് തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണിത്. അപ്പോൾ ബിമാൻ എന്താണെന്ന് ഓർത്തിരിക്കുക, അത് എവിടെയാണ്? ഒഡീഷയിലാണെന്ന് ഓർത്തിരിക്കുക. ഈ 2020 നവംബറിൽ പ്രൊഫഷണൽ ടെന്നീസിൽ നിന്ന് വിരമിക്കുന്ന പ്രഖ്യാപിച്ച ഇന്ത്യൻ താരം ചോദിച്ചാൽ രോഹൻ ബൊപ്പണ്ണയാണ് കേട്ടോ. രോഹൻ ബൊപ്പണ്ണയാണ് 2025 നവംബറിൽ പ്രൊഫഷണൽ ടെന്നീസിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ താരം. അദ്ദേഹം 2020 നവംബറിലാണ് കേട്ടോ വിരമിച്ചത്. രോഹൻ ബൊപ്പണ്ണ വിരമിച്ച മാസം ചോദിക്കാം. 2020 നവംബറിലാണ് കേട്ടോ. 2020 ഇന്റർനാഷണൽ സോളാർ അലയൻസ് കോൺഫറൻസിന് വേദിയാവുന്ന എവിടെയാ? അത് ന്യൂഡൽഹിയാണ്. 2020 ഇന്റർനാഷണൽ സോളാർ അലയൻസ് കോൺഫറൻസിന് വേദിയായത് ന്യൂഡൽഹിയാണ്. 2025 കേരള ജ്യോതി പുരസ്കാര ജേതാവാരാണ്? MR രാഘവ വാര്യർ. ആരാണ്? MR രാഘവ വാര്യർ ആണ് 2025 കേരള ജ്യോതി പുരസ്കാര ജേതാവ്. അടുത്താണ് ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി ISRO നിർമ്മിച്ച ആസൂത്രിത മൾട്ടി ബ്രാൻഡ് കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹം ഏതാണ്? അത് CMS-03 ആട്ടോ. CMS-03 ആണ് ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി ISRO നിർമ്മിച്ച ആസൂത്രിത മൾട്ടി ബ്രാൻഡ് കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹം. ഈ CMS-03 മറ്റൊരു പേര് കൂടിയുണ്ട്, അത് GSAT-7R. എന്താണ്? ഒന്നെങ്കിൽ CMS-03 അല്ലെങ്കിൽ GSAT-7R. ഇതാണ് ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി ISRO നിർമ്മിച്ച ആസൂത്രിത മൾട്ടി ബ്രാൻഡ് കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹം. അത് ഒന്നെങ്കിൽ CMS-03 അല്ലെങ്കിൽ GSAT-7R. ഇങ്ങനെ രണ്ട് പേരിൽ അറിയപ്പെടും കേട്ടോ.
ഇനി സൈബർ തട്ടിപ്പുകൾ തടയുന്നതിന് വേണ്ടി കേരള പോലീസ് സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനയാണ് സൈ ഹണ്ട്. എന്താണ് സൈ ഹണ്ട്? സൈബർ തട്ടിപ്പുകൾ തടയുന്നതിന് വേണ്ടി കേരള പോലീസ് സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധന ഏതാണ്? അത് സൈ ഹണ്ട് ആണ്. ഏതാണ് സൈ ഹണ്ട്? ഇന്ത്യൻ സർക്കാർ മേഖലയിൽ ആദ്യമായി ന്യൂക്ലിയർ മെഡിസിന് പോസ്റ്റ് ഗ്രാജുവേഷൻ ആരംഭിക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് കേട്ടോ. ഏതാണ് ഈ സർക്കാർ ആശുപത്രി മെഡിക്കൽ കോളേജിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ മേഖലയിൽ അല്ലെങ്കിൽ സർക്കാർ മേഖലയിൽ തന്നെ സർക്കാർ മെഡിക്കൽ കോളേജ് മേഖലയിൽ തന്നെ ന്യൂക്ലിയർ മെഡിസിന് പോസ്റ്റ് ഗ്രാജുവേഷൻ ആരംഭിക്കുന്നത്. കാരണം ഇന്ത്യയിൽ വേറെ എവിടെയും തന്നെ ന്യൂക്ലിയർ മെഡിസിന് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള ഒരു സർക്കാർ മെഡിക്കൽ കോളേജ് ഇല്ല. എല്ലാം മറ്റേ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലുണ്ട്. സർക്കാർ മെഡിക്കൽ കോളേജിൽ ഒന്നും തന്നെ ഇന്ത്യയിൽ എവിടെയില്ല. അതുകൊണ്ട് തന്നെ സർക്കാർ മേഖലയിൽ തന്നെ ആദ്യമായിട്ട് ന്യൂക്ലിയർ മെഡിസിൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ആരംഭിക്കുന്ന മെഡിക്കൽ കോളേജ് വെച്ചാൽ അതാണ് അത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉണ്ട്. ഏതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അപ്പൊ 2003 നവംബറിൽ റംസാർ പട്ടേൽ ഉൾപ്പെട്ട് ഇന്ത്യയിലെ തടാകം ചോദിച്ചാൽ ഏതാണ്? ഗോഗാബിൾ തടാകം കേട്ടോ. ഗോഗാബിൾ തടാകമാണ് 2003 നവംബറിൽ റംസാർ പട്ടേൽ. പ്രത്യേക ഓർത്ത് 2003 നവംബറിൽ റംസാർ പട്ടേൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ തടാകമാണ് ഗോഗാബിൾ തടാകം. ഇനി വനിതാ സംരംഭകരെ ശാക്തീകരിക്കുന്നതിന് വേണ്ടി കെ-ഫോൺ ആരംഭിച്ച പുതിയ പദ്ധതിയാണ് പി ടീം. ഏതാണ് പി ടീമാണ് വനിതാ സംരംഭകരെ ശാക്തീകരിക്കുന്നതിന് വേണ്ടി കെ-ഫോൺ ആരംഭിച്ച, പ്രത്യേകം ശ്രദ്ധിക്കുക, കെ-ഫോൺ ആരംഭിച്ച പുതിയ പദ്ധതിയാണ് കേട്ടോ. ഇനി ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ എത്രാമത്തെ വാർഷികമാണ് 2025 നവംബറിൽ ആചരിക്കുന്നത്? 100ാമത്തെ വാർഷികമാണ് കേട്ടോ. 100ാമത്തെ വാർഷികമാണ് ഇന്ത്യൻ ഹോക്കി ഫെഡറേഷന്റെ 100ാമത്തെ വർഷമാണ് 2025 നവംബറിൽ ആചരിച്ചത് കേട്ടോ. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കാലാവസ്ഥ വ്യതിയാന പഠന കേന്ദ്രം വികസിപ്പിച്ച കാലാവസ്ഥ വിവരശേഖരണ ആപ്ലിക്കേഷൻ ഏതാണ്? അത് വെതർലോഗ് ആണ് കേട്ടോ. വെതർലോഗ് ആണ് സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കാലാവസ്ഥ വ്യതിയാന പഠന കേന്ദ്രം വികസിപ്പിച്ച കാലാവസ്ഥ വിവരശേഖരണ ആപ്ലിക്കേഷൻ. ഏതാണ്? വെതർലോഗ്. വെതർലോഗ്. അപ്പം ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലത്തെ നല്ല കറണ്ട് അഫയേഴ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളായിട്ട് ഇനിയും കാണാം. താങ്ക്